അടുത്തത് നായ. നായയുടെ സ്വഭാവം ഒരിക്കലും ഒരു ഭക്തൻ ഉണ്ടാവരുത്. യജമാനൻ എന്ത് തോന്നിവാസ്യം കാട്ടിയാലും അവനിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കണ്ടതുകൊണ്ട് നായ എന്തേ ചെയ്യത്തുള്ളൂ? ഉമ്മർത്ത് പോയി വാലാട്ടി നിൽക്കൂ. ആവശ്യമില്ലാതെ അർഹതയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം ഒരുത്തൻ്റെ അടുത്ത് പോയി വാങ്ങിക്കരുത്. പറഞ്ഞ കേട്ടാ, ഇയാൾ തീവ്രവാദിയാണ്, കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുക ടെററിസ്റ്റാന്ന്. സന്തോഷം എനിക്ക് ആ പേര് കേൾക്കുന്നത്, നമ്മുടെ പേരിലല്ലേ കേൾക്കുന്നത്. നമ്മളെ ക്ഷണിക്കപ്പെടാത്ത ഒരിടത്തും പോകരുത്, നമ്മൾ വിളിക്കാത്ത ഒരിടത്തും പോകരുത്. ഒരു ഗ്ലാസ് വെള്ളം പോലും അർഹതയില്ലാത്തത് വാങ്ങിച്ച് കുടിക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അർഹതയില്ലാത്തത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മൗനം പാലിക്കേണ്ടി വരും, അവനോടൊപ്പം ചേരേണ്ടി വരും. നായയുടെ സ്വഭാവം ഉണ്ടാവരുതെന്ന് പറയാൻ രണ്ടാമത്തെ കാരണം പറയുന്നുണ്ട്. 2 നായ്ക്കളുണ്ട്, അവിടോട്ട് ഒരു കഷ്ണം എല്ലോടിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? കടി ഉണ്ടാവും ഇല്ലേ? അതുപോലെ ഇന്ന് പല രാഷ്ട്രീയക്കാരും നമ്മുടെ അടുത്ത് കാണിക്കണത്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സമുദായത്തിന് കൂടുതൽ കൊടുക്കുമ്പോൾ കുറവ് കിട്ടുന്നവൻ എന്ത് ചെയ്യും? ശത്രുവാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കടിയും പിടിയും വലിയും. കാരണം അവർക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും ഒന്നാവത്തില്ലെന്ന്. ഇവരെ ഒന്നിക്കാനും പാടില്ല, അത് അവരുടെ ആവശ്യമാണ്. പറഞ്ഞാൽ മനസ്സിലാവണുണ്ടോ? അതെപ്പോഴും ചിന്തിച്ചോണം. അടുത്തത് ചക്രവാകം. എന്താ ചക്രവാകം? ഏറ്റവും കൂടുതൽ കാമാസക്തിയുള്ള ജീവനാണ് ചക്രവാക പക്ഷി. സ്ത്രീജിതനായിട്ട് ജീവിക്കരുത്, സ്ത്രീക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത്. സ്ത്രീയെ സംരക്ഷിക്കുന്നവനാകണം. സ്ത്രീധനം വാങ്ങിച്ചും ജീവിക്കരുത്, സ്ത്രീ എന്ന ധനത്തെ വാങ്ങിച്ച് ജീവിക്കണം കേട്ടാ. സ്ത്രീജിതനായിട്ട് ജീവിക്കരുത്. ചിലർ പറയാറുണ്ട്, ഞാൻ വരയ്ക്കുന്ന വരയുടെ അപ്പുറത്ത് എൻ്റെ ഭാര്യ പോകത്തില്ല ആചാര്യ. ഭാര്യ തീരുമാനിക്കുക ഇയാൾ അവിടെ വരയ്ക്കണമെന്ന്. അതേയുള്ള അവസ്ഥ. സൊസൈറ്റി ലേഡി വീട്ടിൽ ഇരിക്കുന്ന ഭർത്താവിനെ പറഞ്ഞു വിടും. എന്തിന്? പെറ്റ് ഷോയ്ക്ക്. പട്ടി ഷോ ഇല്ലേ, പട്ടികളെ നിരത്തുന്ന ഷോ. വീട്ടിൽ എന്താ നിങ്ങൾ പെറ്റ് ഷോയ്ക്ക് വരാത്ത? ഞാൻ വരുന്നില്ല, ഭർത്താവ് വന്നോളൂ എന്ന്. എന്തിന്? പെറ്റ് ഷോയ്ക്ക്. അതാണ് അവസ്ഥ. എപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. അമ്മമാരാലോചിച്ചോണം. വീട്ടുകാരനറിയാതെ, ഗൃഹനാഥനറിയാതെ ഒരു ഇല പോലും വീട്ടിൽ അനക്കരുത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് മക്കളുടെ പ്രീതി ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, പക്ഷെ ഒരു കാലത്ത് ആ മക്കൾക്ക് നിങ്ങൾ തന്നെ ബാധ്യതയായിട്ട് വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വീട്ടിൽ അച്ഛനറിയാതെ ഒരു ഇല പോലും മാറ്റരുത്. അമ്മമാർക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? ഉള്ളതെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കും. ചൊറിഞ്ഞ് അവസാനം അത് മാന്തി പൊളിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആരറിയും? അച്ഛനറിയും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അച്ഛൻ പറയുന്നൊരു വാക്കുണ്ടല്ലേ, എന്താ? മക്കൾ കുസൃതിയൊക്കെ കാട്ടിയിട്ട് വന്ന് പറയും, എങ്ങനാ വളർത്തുദോഷം, നിന്റെ മോനല്ലേ അല്ലേ? അടുത്ത എന്താ പറയുക? മക്കൾ എന്തെങ്കിലും കേമത്തം കാട്ടിയിട്ട് വരുമ്പോൾ, എൻ്റെ മോനാടി അവൻ ഇല്ലേ, എൻ്റെ കുഞ്ഞാ അത്. അതാ അടുത്തത് ഗരുഡൻ. ഗരുഡന് എന്താ ഇവിടെ സ്വഭാവം ഉണ്ടാവരുതെന്ന് പറഞ്ഞത്? ഒരിക്കൽ വിഷ്ണു ഭഗവാനും ഗരുഡ ഭഗവാനും തമ്മിൽ തീരുക കേട്ടോ. ഇതുകൂടെ ഉള്ളൂ, ഗരുഡനും കഴുകനും കൂടെ ഉള്ളൂ. ഗരുഡൻ ഒരിക്കൽ വിഷ്ണു ഭഗവാനും ഗരുഡ ഭഗവാനും കൂടെ യുദ്ധമുണ്ടായ സമയത്ത് വിഷ്ണു ഭഗവാനെ തോൽപ്പിച്ചു ഗരുഡൻ. ഗരുഡൻ ആരെയാ തോൽപ്പിച്ചത്? സർവേശ്വരനായ വിഷ്ണുവിനെ തോൽപ്പിച്ചു. ഗരുഡൻ അഹങ്കാരത്തിൽ ഒരു കാര്യം ചോദിച്ചു, നാരായണ, എന്നോട് തോക്കുന്നവർക്കൊക്കെ ഞാനൊരു വരം കൊടുക്കാറുണ്ട്, നിനക്ക് എന്ത് വരം വേണോ നീ അത് ചോദിച്ചോ, ഞാനിപ്പം നിനക്ക് തരാൻ പോവാന്ന് പറഞ്ഞു. ആരോട്? മായാവിയായ മഹാവിഷ്ണുവിനോട് ചോദിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, എനിക്ക് ഒറ്റ വരം മാത്രം മതി. എന്താന്ന് വെച്ചാൽ എനിക്ക് ആയുസുള്ളിടത്തോളം കാലം നീ എൻ്റെ വാഹനമായിട്ടിരുന്നോണം. എന്താ പറഞ്ഞത്? എനിക്ക് ആയുസുള്ളിടത്തോളം കാലം എൻ്റെ വാഹനമായിട്ട് നീ ഇരുന്നോണം. അപ്പൊ സജ്ജനങ്ങളെ ഉയർന്ന് പറക്കുമ്പോൾ ആലോചിച്ചോണം, എന്തുണ്ട്? വീഴ്ചയുടെ ആക്കവും കൂടിയാ വരിക. അഹങ്കരിക്കരുത്. എത്രയും താഴാവോ അത്രയും താന്നോണം. ജരാസന്ധനെ മുട്ടുകുത്തിപ്പിച്ചവനാര്? വാസുദേവൻ. ദുര്യോധനാദികളുടെ കൗരവ പടത്തെയും മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയവനാര്? വാസുദേവൻ. എല്ലാ അസുരന്മാർക്കും മോക്ഷം കൊടുത്തവനാണ് ആര്? വാസുദേവൻ. അങ്ങനെയുള്ള വാസുദേവന്റെ മുമ്പിലായാലും ലോകത്തിലായാലും സർവത്ര നിറഞ്ഞിരിക്കുന്നവനായതുകൊണ്ടാണ് വാസുദേവൻ ഞാൻ എടുത്ത് പറയുന്നത്.